വെട്ടവുമില്ല വിളക്കുമില്ല അടിയോ തേടിയുമേ വിട്ടവുമില്ല അതോ എനിക്ക് നിൽക്കാത്തു അന്നെന്താരണം എനിക്കോട് നിൽക്കാത്ത അനെന്താരണം. ചെണ്ടയുടെയും ബാല്യക്കാരുടെയും കൈവിളക്കിന്റെയും അകമ്പടിയോടെ വലിയ വളപ്പിൽ ചാമുണ്ടി കാവിൽ നിന്നും ഇറങ്ങി. വാളും പരിചയും ആയുധമാക്കിയ തെയ്യം തിമിരി വയലിലെത്തിയപ്പോൾ ഒരു പിടി വിത്തും കൈകളിലേന്തി. വലിയ വളപ്പിൽ ചാമുണ്ടി വയലിൽ വിത്തിട്ട ശേഷം മാത്രമേ തിമിരി ഗ്രാമത്തിൽ കൃഷി ആരംഭിക്കുകയുള്ളൂ. കുരുത്തോല കൊണ്ടുള്ള തിരുമുടിയും ചെമ്പട്ടുമണിഞ്ഞ തെയ്യം വിത്തിട്ട ശേഷം പഴയ ജന്മിത്തറവാടായ താഴക്കാട്ട് മണിയിലെത്തി. പിന്നീട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേശസഞ്ചാരം. ആര്യനാട്ടിൽ നിന്ന് വന്ന ദേവതയാണ് വലിയവളപ്പിൽ ചാമുണ്ടി. അവർ വന്നിട്ട് ആദ്യം കിളിരൂപത്തിൽ വന്ന് മണിയറ വയലിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് പഞ്ചവർണ്ണ കിളിയായിട്ട് മാറിയിട്ടാണ് ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നത്. മടത്തൽ ഭഗവതിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് നിൽക്കാൻ സ്ഥലം വേണമെന്ന് അപേക്ഷിച്ചു. മടത്തൽ ഭഗവതി പറഞ്ഞു, ഒരു കാര്യം എൻ്റെ ആളുപടിയാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വയലും കൃഷിയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ അവിടെ വലിയവളപ്പിൽ പോയി നിന്നോളൂ, ആ പൂത്തിൻ ചുവട്ടിൽ നിന്നോളൂ. പിന്നാലെ കർഷകരുടെയും കന്നുകാലികളുടെയും ദൈവമായ കാലിച്ചാൻ ദൈവവും അരങ്ങിലെത്തി. ചാമുണ്ടിയുടെ നടയിലെത്തി മൊഴി നൽകി കാലിച്ചാൻ തെയ്യവും ദേശസഞ്ചാരത്തിനിറങ്ങി. 93കാരനായ അമ്പുക്കാരനവരാണ് വലിയ വളപ്പിൽ ചാമുണ്ടിയുടെ തെയ്യം കെട്ടിയാടിയത്. ഇനി 8 നാളുകൾക്കപ്പുറം തെയ്യക്കാവുകളിലെല്ലാം ചായില്യത്തിന്റെ ഗന്ധം നിറയും. ആളും ആരവും നിറയുന്ന പെരുങ്കളിയാട്ടങ്ങളും തെയ്യം കെട്ടുകളും നടക്കും. വലിയ വളപ്പിൽ ചാമുണ്ടിയും കാലിച്ചാൻ ദൈവവുമെല്ലാം കേവലം ഐതിഹ്യങ്ങൾ മാത്രമല്ല, നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ പ്രതീകങ്ങൾ കൂടിയാണ്. അരുൺ കിഷോറിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.